ഹലോ വെൽക്കം ടു ഗ്ലോ വിത്നസ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഡാൻഡ്രഫും ഡ്രൈ സ്കാൽപ്പും തമ്മിലുള്ള കുറച്ച് വ്യത്യാസവും അതിൻ്റെ ഹോം റെമഡീസും പറയാനാണ് വന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് റെമഡീസ്. ആൻഡ് ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്ന സംഭവം നമ്മളിപ്പോൾ ഡ്രൈ സ്കാൽപ്പിനെ നമ്മൾ കൂടുതൽ ആൾക്കാരും ഇപ്പോഴും കരുതുന്നുള്ളത് ഡാൻഡ്രഫ് എന്നാണ്. പക്ഷെ അല്ല, അത് തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഈ ഡാൻഡ്രഫ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ കൂടുതലായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ ഫംഗസ് ഗ്രോത്ത് ചെയ്യുകയും അതിൽ നമുക്ക് ഇച്ചിനെസ്സും നമുക്ക് കുറച്ചു ഇറിറ്റേഷനും വരുന്ന ഒരു പ്രതിഭാസമാണ് ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. അത് നമുക്കൊരു ലാർജ് ആയിട്ട് ഒരു യെല്ലോ, ഒരു വൈറ്റിഷ്, ഒരു ലാർജ് ഓയിലി, ഒരു സ്റ്റിക്കി, ഒരു ഗ്രീസി ടൈപ്പ് ഒരു ഫ്ലേക്സ് ആണ് ഈ ഡാൻഡ്രഫ്. സൈഡിൽ നിന്ന് പിക്ചർ കൊടുക്കാം ഡാൻഡ്രഫിൻ്റെ. ആൻഡ് ഇത് നമുക്ക് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ സ്ട്രെസ് എടുക്കുന്നതിലൂടെ, പിന്നെ കുറേ ജങ്ക് ഫുഡ് കഴിക്കുന്നതിലൂടെ, നമ്മുടെ ഉറക്കമില്ലായ്മയിലൂടെ, പിന്നെ നമ്മൾ കൂടുതൽ കെമിക്കലായിട്ട് നിറഞ്ഞ കുറച്ച് ക്രീംസ് നമ്മൾ തലയിൽ കൂടുതൽ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഈ ഡാൻഡ്രഫ് വരാൻ ചാൻസ് ആണ്. ആൻഡ് പിന്നെ നമുക്ക് ഈ വെള്ളം ഡീഹൈഡ്രേറ്റഡ് ആകുന്നതിലൂടെ നമുക്ക് ഈ ഡാൻഡ്രഫ് വരും. ആൻഡ് പക്ഷേ ഡ്രൈ സ്കാൽപ്പ് എന്ന് പറയുന്നത് അതൊരു നേച്ചർ പ്രോസസ്സാണ്, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു നേച്ചറാണ്. ചില ആൾക്ക് ഓയിലി സ്കാൽപ്പ് ഉണ്ടാവും, ചിലർക്ക് ഡ്രൈ സ്കാൽപ്പ് ഉണ്ടാവും. ഈ ഡ്രൈ സ്കാൽപ്പ് നമുക്ക് ഡ്രൈ ആയിട്ട് കുറച്ചു ചെറിയ ഒരു ഫ്ലേക്സ്, വൈറ്റ് ഫ്ലേക്സ് ഉണ്ടാവുമല്ലോ, അതാണ് ഡ്രൈ സ്കാൽപ്പ്. അത് നമ്മൾ ഇങ്ങനെ തല ഇങ്ങനെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മുടി ഈരുമ്പോൾ ചെറിയ പൊടിയായിട്ട് താഴെ വരുമല്ലോ, അതാണ് ഈ വൈറ്റ് കാണുന്ന ഒരു പൊടിയാണ് ഡ്രൈ സ്കാൽപ്പ്. ഒട്ടുമിക്ക ആൾക്കാർക്കും ഡ്രൈ സ്കാൽപ്പ് ഉണ്ടാവുന്നത്. പക്ഷേ ഈ രണ്ട് സംഭവം വിൻ്ററിൽ കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഇത് ഹീറ്റിംഗ് പ്രൊഡക്ട്സ് നമ്മൾ തലയിൽ ഉപയോഗിക്കുന്നതിലൂടെ ഡാൻഡ്രഫും ഡ്രൈ സ്കാൽപ്പൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സംഭവത്തിലൂടെയൊക്കെ ഈ രണ്ട് സംഭവം നമുക്ക് വരാം. ഡാൻഡ്രഫിൽ ആണെങ്കിൽ കുറച്ച് ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും, പക്ഷെ ഡ്രൈ സ്കാൽപ്പിൽ നമുക്ക് സാധാരണ ഓയിൽ പ്രൊഡക്ഷൻ കുറവ് മൂലമാണ് ഈ ഡ്രൈ സ്കാൽപ്പ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡാൻഡ്രഫിന് പറ്റിയ കുറച്ചൊരു ഹോം റെമഡീസ് പറഞ്ഞുതരാം. ആദ്യം വേപ്പില, നമുക്ക് എല്ലാവരുടെ നാട്ടിലിട്ട സംഭവമാണ് വേപ്പില. ആ വേപ്പിലനെ വെള്ളത്തിലിട്ടിട്ട് നല്ല രീതിയിൽ തിളപ്പിക്കുക. പിന്നെ ആ കിട്ടുന്ന ആ വേപ്പില എടുത്ത് കുറച്ച് കേടിൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ട് തലയിൽ തേച്ച് കൊടുക്കുക. നല്ല രീതിയിൽ ഒരു 15-20 മിനിറ്റ് വെയിറ്റ് ആക്കുക. പിന്നെ ഷാമ്പു ഒഴിച്ചിട്ട് നല്ല രീതിയിൽ വാഷാക്കാം. അത് ഒരു ആഴ്ചയിൽ 2 തവണ നമ്മൾ എന്തായാലും ചെയ്തെങ്കിൽ കുറച്ച് ഒരു കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ അത് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ റിസൾട്ട് എന്തായാലും വരും. അത് നല്ലൊരു ഹോം റെമഡിയാണ്. ആൻഡ് അതുകൂടാതെ നമ്മൾ വേപ്പിലനെ തിളപ്പിച്ചിട്ട് ആ കിട്ടുന്ന വേപ്പിലനെ അരച്ചിട്ട് അങ്ങനെ ഒന്ന് തേക്കാം. പിന്നെ ആ വേപ്പിലൻ്റെ വെള്ളവും അല്ലാത്ത നമുക്കത് കുറേ ഉപകാരമുള്ള സംഭവമാണ് വേപ്പില എന്ന് പറയുന്നത്. ആൻഡ് അത് നമുക്ക് നല്ല രീതിയിൽ ഡാൻഡ്രഫ് കുറയ്ക്കാൻ ഹെൽപ്പ് ആക്കുന്ന ഒരു സംഭവമാണ്. ഡാൻഡ്രഫ് വരുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ഈ ഇച്ചിനെസ്, ചൊറിച്ചൽ. ആ ചൊറിച്ചൽ കുറയാനുള്ള ഒരു റെമഡി എന്ന് വെച്ചെങ്കിൽ 1 കപ്പ് ആലോവേറ ജെൽ എടുക്കാം. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ആലോവേറ എങ്കിൽ നല്ലതാണ്. ആലോവേറ എടുക്കുക, കറ്റാർവാഴ എടുക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കാസ്റ്റർ ഓയിൽ എടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് തലയിൽ തേച്ച് കൊടുക്കുക. ഒരു 20 മിനിറ്റ് വെയിറ്റ് ആക്കുക. പിന്നെ നല്ല ഷാമ്പു ഇട്ടിട്ട് തല നല്ല രീതിയിൽ വാഷാക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഇച്ചിനെസ്, ചൊറിച്ചലൊക്കെ കുറയും. ഇത് വീക്ക്ലി 2 ടൈംസ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതിനും നല്ല രീതിയിൽ മാറ്റം കിട്ടും. പിന്നെ മെയിൻ എന്ന് പറയുന്നത് എന്തായാലും ഒരു വീക്ക്ലി 3 ടൈംസ് നമുക്ക് കുളിക്കാൻ നോക്കാം. എണ്ണ തേക്കാതിരിക്കുക, കൂടുതൽ എണ്ണ തേച്ച് മസാജ് ചെയ്യാതിരിക്കുക. എണ്ണ തേക്കുന്നതിലൂടെ നമ്മൾ അവിടെ ഉണ്ടാകുന്ന ഫംഗസിന് തിന്നാൻ കൊടുക്കുന്ന പോലെയാണ് ശരിക്കും. അതുകൊണ്ട് എണ്ണ കൂടുതൽ തേക്കാതിരിക്കുക. എണ്ണ നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ അത് എണ്ണ തേച്ചാലും നല്ല രീതിയിൽ ഷാമ്പു ഇട്ടിട്ട് കഴുകുക. അപ്പോൾ എണ്ണ നല്ലതാണ്, പക്ഷെ കൂടുതൽ എണ്ണ തേച്ച് വെക്കുന്നതും ഇതാക്കുന്നതും നല്ലതല്ല. പക്ഷെ തേച്ച് കഴിഞ്ഞാൽ കുളിക്കണം. അപ്പോൾ വീക്ക്ലി 3 ടൈംസ് എങ്കിലും നമ്മൾ കുളിക്കാൻ നോക്കുക. പക്ഷെ ഡെയിലി കുളിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ കുറേ ഇൻഫ്ലുവൻസസിന് ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, കുളിക്കുന്ന അത്ര നല്ലതല്ല, മുടി കൊയ്യും. പക്ഷെ നമ്മൾ അതൊരു ഹാർഡ് വാട്ടർ എങ്കിൽ നമ്മത് വീക്ക്ലി 2 ടൈംസോ 3 ടൈംസോ കുളിക്കുക. പക്ഷെ നല്ല ശുദ്ധ വെള്ളമാണ് കിണറിലത്തെ വെള്ളമൊക്കെ എങ്കിൽ ഡെയിലി കുളിക്കുന്നതിൽ ഒരു പ്രശ്നമില്ല തലക്ക്. ആൻഡ് ഹോം റെമഡി അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു നല്ല ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ഉപയോഗിക്കുക. കീറ്റോ കെൻസോളൊക്കെ അടങ്ങിയ കുറച്ച് ആൻറ്റി ഡാൻഡ്രഫ് ഉപയോഗിക്കുക. വീക്ക്ലി 2 ടൈംസ് നമ്മൾ ആൻറ്റി ഡാൻഡ്രഫ് ഉപയോഗിച്ച് തല കഴുകുക. പക്ഷെ അത് കഴുകിയെങ്കിലും നമുക്ക് ആൻറ്റി ഡാൻഡ്രഫ് യൂസ് ആക്കുന്നതിലൂടെ നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഒരു നല്ല ഹൈഡ്രേറ്റിംഗ് കണ്ടീഷണറും അതിൻ്റെ കൂടെ ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ നമ്മുടെ ഡാൻഡ്രഫ് എന്തായാലും പോകും. ഞാൻ കുറേ ഡോക്ടേഴ്സിൻ്റെ വീഡിയോസെല്ലാം കണ്ടിട്ടുണ്ട്, ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം ഒരു ഡാൻഡ്രഫ് ഒരു രോഗമൊന്നുമല്ല, ഒരു രോഗമൊന്നുമല്ല, അങ്ങനെ ഉണ്ടാവുന്നതാണ്. അത് നമുക്ക് മൊത്തത്തിലൊന്നും ഇല്ലാതാക്കാനും പറ്റും. പക്ഷേ ഈ ഡാൻഡ്രഫ് അല്ലാത്ത സോറിയാസിസ് ഒക്കെ ഉണ്ട്. അപ്പോൾ സോറിയാസിസ് ഒക്കെ അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നല്ലൊരു ഡോക്ടറിനെ കാണിക്കാൻ നോക്കാൻ. അതിൻ്റെ
പിക്ചർ കൊടുക്കാൻ അങ്ങനെ ഉണ്ടാവുന്നത്. പക്ഷെ അത് ഡാൻഡ്രഫ് അല്ല, അത് സോറിയാസിസ് ആയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാം. അപ്പം നെക്സ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ഉപയോഗിച്ച് ഒരു 10 മിനിറ്റെങ്കിലും തലയിൽ വെക്കാം. ഒരു 5-10 മിനിറ്റ് വെച്ചിട്ട് നമുക്കത് വാഷ് ചെയ്യാവൂ. ബിക്കോസ് അപ്പോൾ ആ ഡാൻഡ്രഫിൻ്റെ അതിലൊക്കെ നമ്മുടെ ഫംഗസിൻ്റെ ഗ്രോത്ത് ഇല്ലാതാക്കാൻ ഹെൽപ്പ് ആക്കും. അതുകൊണ്ട് ഒരു 10 മിനിറ്റെങ്കിൽ നമ്മുടെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു തലയിൽ വെക്കാം. ഡ്രൈ സ്കാൽപ്പ് എന്ന് പറയുമ്പോൾ ഇതിന് നമുക്ക് ഈസിലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ഹെൽത്തി ഡയറ്റ് കൊണ്ടുപോകാം. നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുക, ഷുഗർ കട്ടാക്കുക, നല്ല ചെറിയ കുഞ്ഞു കുഞ്ഞു മീൻ, പിന്നെ നല്ല ഫ്രൂട്ട്സൊക്കെ വെജീസൊക്കെ നല്ല രീതിയിൽ കഴിക്കുക. അതിലൊക്കെ നമുക്കത് കുറച്ച് മാറ്റാനാവും ഡ്രൈ സ്കാൽപ്പിനെ. പിന്നെ ഈ ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർ കുറച്ച് നല്ല എണ്ണ തേക്കുന്നത് നല്ലതാണല്ലോ. എണ്ണ തേച്ചിട്ട് തല നല്ല കഴുകുക. ഇതൊരു മോയ്സ്ചറൈസറാണ് ഓയിലും പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എണ്ണ തേച്ചിട്ട് തല നല്ല കഴുകുക. ഇതും ഒരു വീക്ക്ലി ഒരു 3 ടൈംസ് 2 ടൈംസ് തല കഴുകുന്നത് ഈ ഡ്രൈ സ്കാൽപ്പിന് നല്ലതാണ്. പിന്നെ എനിക്കുണ്ടായ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ കുറേ ഇങ്ങനെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാനും വീക്കിലി ഒരു 1 ടൈംസ് തല കഴുകുന്ന ഒരു ശീലാക്കി. ആ ശീലാക്കിയതിലൂടെ എനിക്ക് വന്നത് ഈ ഡ്രൈ സ്കാൽപ്പാണ്. എന്താണെന്ന് അറിയുന്നില്ല, ഈ ഓയിൽ തലയിൽ തേക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞു കേട്ടതുകൊണ്ട് ഞാൻ ഓയിൽ തേക്കുന്നതും കുറച്ചു. പക്ഷെ അതിലൂടെ എനിക്ക് ഡ്രൈ സ്കാൽപ്പാണ് ഉണ്ടായത്. ഞാൻ ഇങ്ങനെ തല ചൊറിയുമ്പോഴെല്ലാം താഴെ ഫുള്ള് ആ ഫ്ലേക്സ് വരാൻ തുടങ്ങിയായിരുന്നു. പിന്നെ ഞാൻ കറക്റ്റ് ഓയിലെല്ലാം തേച്ചിട്ട് നല്ല വീക്കിലി ഒരു 3 ടൈംസ് എല്ലാം ഞാൻ തല നല്ല കഴുകാൻ തുടങ്ങിയപ്പോൾ ആ ഡ്രൈ സ്കാൽപ്പ് കുറച്ചും കൂടി എനിക്കത് മാറാൻ തുടങ്ങി. അപ്പോൾ എണ്ണ തേച്ചിട്ട് കുളിക്കുന്നത് നല്ലതാണ്, അങ്ങനെ മൊത്തത്തിൽ നല്ലതല്ല എന്ന് പറയുന്നില്ല. കോക്കനട്ട് ഓയിൽ, തേങ്ങ വെളിച്ചെണ്ണ തേക്കാൻ നോക്കുന്നത് നല്ലതാണ്. പക്ഷെ തല നല്ല കഴുകുക, അതൊരു നല്ലൊരു മോയ്സ്ചറൈസർ ആണല്ലോ. പിന്നെ പറയുമ്പോൾ കൂടുതൽ ഷാംപൂ യൂസ് ആക്കാതിരിക്കുക, മൈൽഡ് ഷാംപൂസ് യൂസ് ആക്കാൻ. പാരബൻ സൾഫേറ്റ് ഫ്രീ ഷാംപൂസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാൻ നിൽക്കുക. കാരണം ആ ഷാംപൂസ് എല്ലാം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഡ്രൈ സ്കാൽപ്പ് വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഈ ഡ്രൈ സ്കാൽപ്പിന് പറ്റിയ റെമഡി എന്ന് പറയുന്നത് നമ്മൾ ടീ ട്രീ ഓയിൽ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, ഒരു ഫ്യൂ ഡ്രോപ്സ് ടീ ട്രീ ഓയിൽ ഇടുക, മിക്സ് ചെയ്യുക, തലയിൽ തേക്കുക. ഒരു 10-15 മിനിറ്റ് തലയിൽ വെച്ചിട്ട് തല നല്ല രീതിയിൽ വാഷാക്കുക. ഇതൊരു നല്ല കോക്കനട്ട് ഓയിൽ നല്ലൊരു മോയ്സ്ചറൈസർ ആണല്ലോ. അപ്പോൾ ഇത് ഡ്രൈ സ്കാൽപ്പ് കുറയ്ക്കാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ആക്കുന്നത്. ടീ ട്രീ ഓയിലും കോക്കനട്ട് ഓയിലും മിക്സ് ചെയ്തിട്ട് തലയിൽ തേക്കണം. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ആലോവേറ. നമ്മൾ ഏറ്റവും നല്ല ഒരു ആയുർവേദിക് മെഡിസിനാണ് അലോവേറ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എടുത്ത് അതിലത്തെ ജെല്ല് തലയിൽ നല്ല രീതിയിൽ തേച്ച് കൊടുക്കുക. അത് തേച്ച് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തല നല്ല രീതിയിൽ വാഷാക്കി കൊടുക്കുക. ഇത് നല്ല ഇച്ചിനെസ്സും നമുക്ക് ഇറിറ്റേഷനും എല്ലാം ഇത് നല്ല രീതിയിൽ ഈ ആലോവേറ നമുക്ക് കുറച്ച് തരുന്നുണ്ട്. പിന്നെ ഒന്ന് പറഞ്ഞെങ്കിൽ ബനാന എടുത്തിട്ട് നല്ല മാഷാക്കി കൊടുത്തിട്ട് ആ ബനാനനെ തലയിൽ തേച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് തല വാഷാക്കി കൊടുക്കുക. ഇതിലൂടെയും ഡ്രൈ സ്കാൽപ്പിന് നല്ല ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. ഇതും നമ്മൾ ഒരു എന്തായാലും വീക്ക്ലി 2 ടൈംസ് എങ്കിലും ഇത് ചെയ്യണം. കൺസിസ്റ്റൻസി ആയിരിക്കണം. എന്നെങ്കിൽ നമുക്ക് റിസൾട്ട് എന്തായാലും ഇതിനുണ്ടാവും. എന്ന് പറയുന്ന പിന്നൊരു റെമഡി എന്ന് പറഞ്ഞെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വാട്ടറും ഒരു 1 ടേബിൾ സ്പൂണ് ഈ ആപ്പിൾ സൈഡർ വിനേഗർ ഉണ്ടല്ലോ, നമുക്ക് ഓൺലൈനിലെല്ലാം കിട്ടും അത്. അപ്പോൾ അതും മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ച് കൊടുക്കുക. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് സ്കാൽപ്പിൽ തേച്ച് കൊടുക്കുക. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ആക്കുക. ഇതും ഒരു ഡ്രൈ സ്കാൽപ്പിന് പറ്റിയ നല്ലൊരു റെമഡിയാണ്. ആൻഡ് ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഡാൻഡ്രഫിന് പറ്റിയ ഏറ്റവും നല്ല റെമഡി എന്ന് പറഞ്ഞെങ്കിൽ ഉലുവ ഉണ്ടല്ലോ, തലേന്ന് ഉലുവ കുതിർത്ത് വെക്കുക, അതിനെ അരച്ചിട്ട് അങ്ങനെയും നമുക്ക് സ്കാൽപ്പിൽ തേച്ച് കൊടുക്കുക. അതല്ലാതെ കേടിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് തലയിൽ തേച്ച് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ ഡാൻഡ്രഫ് കുറയ്ക്കാൻ ഏറ്റവും നല്ല റെമഡിയാണ്. ഇത് നല്ല രീതിയിൽ ഡാൻഡ്രഫ് ഇല്ലാതാക്കുന്നുണ്ട്. ഇതെന്താ ഒരു വീക്ക്ലി 2 ടൈംസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ എന്തായാലും ഇതിന് റിസൾട്ട് കിട്ടും. ഇതൊക്കെയാണ് എനിക്കറിയാവുന്ന കുറച്ച് റെമഡീസ്. പിന്നെ മൈൽഡ് ഷാംപൂസ് ഉപയോഗിക്കുക, അതാണ് ഡ്രൈ സ്കാൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതിന് ഡ്രൈ സ്കാൽപ്പിന് കുറച്ച് മൈൽഡായിട്ടുള്ള ഷാംപൂസ് ഉപയോഗിക്കുക. പിന്നെ ഈ ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർ എന്തായാലും ഒരു ഹൈഡ്രേറ്റിംഗ് കണ്ടീഷണർ ഉപയോഗിക്കാൻ നോക്കുക. കുറച്ച് മുടി താഴെ തേച്ച് കൊടുക്കുക, കുറച്ച് ഇവിടെ ഉള്ളിലും തേച്ച് കൊടുക്കുക. ഇതും ഡ്രൈ സ്കാൽപ്പ് കുറയ്ക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് ഇതെല്ലാം ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.